വർഷങ്ങൾക്ക് ശേഷം വീണ്ടും സ്വർഗീയ വിരുന്ന് മിഷൻ മാസങ്ങൾ. ഹെവൻലി ഫീസ്റ്റ് മിഷൻ മന്ത്സ് 2017 ഒക്ടോബർ 15 മുതൽ ഡിസംബർ 15 വരെ. കർത്താവിൻ്റെ ദയാലേ കൊടുക്കാൻ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അത് കൊടുക്കും തോറും എൻ്റെ ജീവിതത്തിൽ എൻ്റെ എല്ലാ മേഖലകളിലും കർത്താവ് അത്ഭുതം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഭയങ്കര സന്തോഷമാണ്. യേശു എന്നെ തൊട്ടതിനായി സ്തോത്രം എന്ന് ഞാൻ പറഞ്ഞു. ഞൊട്ടി നേരത്തേക്ക് എനിക്ക് എന്തോ ഒരു ശക്തി എന്നിലേക്ക് വന്നത് ഇറങ്ങി വിട്ടുമാറി. ഈ പ്രാവശ്യം എനിക്ക് ഭയങ്കരമായിട്ട് വരയ്ക്കാനൊരു സന്തോഷമുണ്ട്. നമ്മൾ ഹൃദയത്തിൽ ആഗ്രഹിക്കുമ്പോൾ തന്നെ കർത്താവ് അത് 100 മടങ്ങ് കർത്താവ് ചെയ്യുന്നുണ്ട്. സ്വർഗീയ വിരുന്ന് ടെലിവിഷൻ മിനിസ്ട്രിയിൽ സാമ്പത്തിക പങ്കാളിയാകുവാൻ വിളിക്കുക 9473566682 അല്ലെങ്കിൽ 0481305555. നമ്മുടെ അക്കൗണ്ട് നമ്പർ 051010008756. ഹെവൻലി ഫീസ്റ്റ്, ആക്സിസ് ബാങ്ക്, കോട്ടയം. കൂടാതെ ഓൺലൈനായി പണമടയ്ക്കാൻ സന്ദർശിക്കൂ www.theheavenlyfeast.org/donate. ഹെവൻലി ഫീസ്റ്റ് മിഷൻ മന്ത്സ് 2017 ഒക്ടോബർ 15 മുതൽ ഡിസംബർ 15 വരെ. വിളിക്കുക 9473566682 അല്ലെങ്കിൽ 0481305555. ഹെവൻലി ഫീസ്റ്റ് മിഷൻ മന്ത്സ് 2017. സ്വർഗീയ വിരുന്നൊരുക്കുന്ന കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹത്തിലേക്ക് പെരുമ്പാവൂരിൽ 2017 ഡിസംബർ 8, 9, 10 തീയതികളിൽ പെരുമ്പാവൂർ മുനിസിപ്പാലിറ്റിക്ക് സമീപം സുഭാഷ് ചന്ദ്രബോസ് സ്റ്റേഡിയത്തിൽ. ശുശ്രൂഷകൾ രാവിലെ 10-നും വൈകുന്നേരം 5:30-നും. തങ്കു ബ്രദറും തോമസ് കുട്ടി ബ്രദറും ബെന്നി ബ്രദറും ശുശ്രൂഷിക്കുന്നു. വരിക, യേശുക്രിസ്തു നിങ്ങളെ സ്വതന്ത്രരാക്കും. കവിഞ്ഞൊഴുന്ന അനുഗ്രഹത്തിലേക്ക് ഒരിക്കൽ കൂടെ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. പ്രത്യേകിച്ച് നമ്മളുടെ TV പ്രോഗ്രാമിൻ്റെ മിഷൻ മാസങ്ങളാണല്ലോ ഡിസംബർ 15 വരെ ഉള്ളത്. മിഷൻ മന്ത്സിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. നിങ്ങളിൽ പലരും ഇപ്പോൾ തന്നെ TV പ്രോഗ്രാമിന് വേണ്ടി മിഷൻ മന്തിൽ കൊടുക്കുവാൻ തുടങ്ങുകയും ചെയ്തതിൽ വളരെ നന്ദി. ഈ നന്ദി വാസ്തവത്തിൽ ലോകമെങ്ങുമുള്ള TV പ്രേക്ഷകർക്ക് വേണ്ടിയാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ കർത്താവിൻ്റെ വേലയിൽ കൊടുത്തവരോടും അപ്പോൾ തന്നെ എനിക്കറിയാം TV പ്രോഗ്രാം കാണുന്ന എല്ലാവരും നമ്മുടെ ഈ 3 വർഷത്തിന് ശേഷം നടക്കുന്ന ഈ മിഷൻ മാസങ്ങളിൽ ദൈവവേലയിൽ കൊടുക്കുവാൻ നിങ്ങളും പ്രാർത്ഥിക്കുകയാണ്, പ്ലാൻ ചെയ്യുകയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളോട് ഏവരോടും ഒത്തിരി പേര് ആത്മീയമായി കടപ്പെട്ടാണിരിക്കുന്നത്. വാസ്തവത്തിൽ നമ്മുടെ ഈ TV പ്രോഗ്രാം സ്പോൺസർ ചെയ്തവരും ഇതുപോലെ മിഷൻ മന്ത് നമ്മൾ മുമ്പ് നടത്തിയപ്പോൾ കൊടുത്തവരും നിങ്ങൾ ചെറിയ കാര്യമല്ല ചെയ്തിരിക്കുന്നത്, ജീവിതങ്ങളെ വിടുവിച്ചത്. അതിന് ഉദാഹരണമായി ഇന്ന് എന്നോടൊപ്പം ഒരു അമ്മയും ഒരു മോനും ഉണ്ട്, സിസ്റ്റർ ഗ്രേസിയും മോൻ അലനും. ഇവർ രണ്ടുപേരും തിരുവല്ലായിൽ നടക്കുന്ന നമ്മുടെ ഹെവൻലി ഫീസ്റ്റിൻ്റെ ആരാധനകളിൽ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഇവരുടെ ജീവിതത്തിൽ, ഈ സിസ്റ്ററിൻ്റെ ജീവിതത്തിൽ കർത്താവ് ചെയ്ത വലിയ അത്ഭുതം അതെന്നായിരുന്നു? ആ സൗഖ്യം കിട്ടിയ ഏത് വർഷമായിരുന്നു? 2007 ഫെബ്രുവരി 16. 2007 ഫെബ്രുവരി 16 നടന്ന ഒരു TV പ്രോഗ്രാമിലാണ് അല്ലേ സഹോദരിക്ക് അത്ഭുത സൗഖ്യം ഉണ്ടായത്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 10 വർഷമായി നിങ്ങളത് കേൾക്കുമ്പോൾ ആണ് കർത്താവ് ചെയ്ത അത്ഭുതം. 2000 വർഷം മുമ്പ് ഈ ബൈബിളിൽ നമ്മൾ വായിക്കുന്നുണ്ട്, മുടന്തര് സൗഖ്യമായി തളർന്നു കിടന്നവർ എഴുന്നേറ്റുമൊക്കെ. അതുപോലെ തളർന്നു കിടന്ന ഈ സഹോദരി എഴുന്നേറ്റ് ഇന്ന് പൂർണ്ണ ആരോഗ്യത്തോടെ നിൽക്കുമ്പോൾ നമ്മുടെ TV പ്രോഗ്രാമിൻ്റെ വലിപ്പമല്ല, യേശുക്രിസ്തു ഇന്നും ജീവിക്കുന്നു.
ആ യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി 2000 വർഷം മുമ്പ് എങ്ങനെ അത്ഭുതം നടന്നോ അത് ഇന്നും നടക്കും. ശരീരങ്ങളെ ഇന്നും കർത്താവ് സൗഖ്യമാക്കുന്നു. 2007 ഒരു TV പ്രോഗ്രാം നടന്നില്ലായിരുന്നെങ്കിൽ ഇന്ന് സിസ്റ്റർ ഗ്രേസിയും ഈ കുടുംബവും ഈ നിലയിലായിരിക്കത്തില്ലായിരുന്നു, അല്ലേ? ഇല്ല. തളർന്ന അവസ്ഥയായിപ്പോൾ. എന്തായിരുന്നു സിസ്റ്ററിനുണ്ടായിരുന്ന പ്രശ്നം? എന്തായിരുന്നു പ്രയാസം? 1998 ഡിസംബറിൽ ഞാൻ ബാങ്കിൽ പോയിട്ട് വന്ന വഴിക്ക് എന്നെ ഒരു സ്കൂട്ടർ ഇട്ടതാണ്. ആ ഇടിച്ച ഇടിയിൽ പക്ഷെ അന്നേരം എനിക്കൊന്നും തോന്നിയില്ല. വൈകിട്ടൊക്കെ ആയപ്പോഴത്തേക്കിനും എനിക്ക് ശരീരം മുഴുവൻ വേദനയായി. അങ്ങനെ എന്നെ എല്ലാ ഹോസ്പിറ്റലിലും എന്നെ കൊണ്ടുപോവുക. എല്ലാം കൊണ്ടുപോയി അത് കഴിഞ്ഞ് ആയുർവേദം എല്ലാം തീരുമ്പോൾ അങ്ങനെ ആരുമില്ല. ഈ കുഞ്ഞുങ്ങൾ കൊച്ചു കുഞ്ഞുങ്ങളാണ്. അപ്പം ഇവരെ സ്കൂളിൽ വിടുന്ന സമയത്ത് ഇവരെ എനിക്ക് വിടാൻ പറ്റത്തില്ല. അപ്പോൾ എൻ്റെ വീട്ടിൽ അങ്ങ് കൊണ്ടുപോയി ഇവരെ സ്കൂളിൽ വിടാതിരിക്കാൻ വേണ്ടി. പിന്നെ എന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാം. അപ്പോൾ ആരും എനിക്ക് കൂട്ടുപോലെ ഇരിക്കാൻ ആളില്ല. അപ്പോൾ ഹസ്ബൻഡ് അങ്ങ് ദോഹയിലാണ്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ വിളിച്ച് ഡോക്ടറുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരുന്ന് എന്നെ എല്ലാ ഹോസ്പിറ്റലിലും എന്നെ കൊണ്ടുപോയി. അങ്ങനെ ആദ്യമുള്ള പ്രശ്നം എന്തായിരുന്നു? ഇതാണെന്ന് പറഞ്ഞാൽ ആദ്യമുള്ള പ്രശ്നം എനിക്ക് ദേഹം മുഴുവൻ വേദനയാണ്. വേദന വന്നു കഴിഞ്ഞിട്ട് എൻ്റെ കാലങ്ങ് അങ്ങോട്ട് നടക്കാൻ പറ്റത്തില്ല. അപ്പം ഞാൻ വടിയേലാണ്. ഈ വടിയേലിങ്ങനെ കുത്തി ഇങ്ങനെ എനിക്ക് ബാത്റൂമിലൊന്നും പോകാൻ പറ്റത്തില്ല. അങ്ങനെ അങ്ങനെ ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് ഈ നീരെല്ലാം കൂടെ ശരീരത്തിലും കയറിക്കുമ്പോൾ എൻ്റെ കണ്ണൊന്നും കാണത്തില്ല. അങ്ങനത്തെ അവസ്ഥയിൽ എനിക്കൊന്നും പറ്റത്തില്ല. അപ്പം 98 മുതൽ 2007 വരെ ഏകദേശം 9 വർഷം ഈ ശരീര പ്രശ്നം ഉണ്ടായി. ഒടുവിൽ കട്ടിലേക്ക് കിടന്നു പറഞ്ഞാൽ ലാസ്റ്റ് നോക്കുന്നത് നമ്മുടെ മധുസൂദൻ ഡോക്ടറായിരുന്നു. അപ്പം ആദ്യമേ എന്നെ ഇങ്ങനെ ഇതെല്ലാം കൊണ്ട് എല്ലായിടത്തും കൊണ്ട് ചികിത്സിച്ച് ഇങ്ങനെ വീട്ടിൽ കൊണ്ടുവിടും, പിന്നെ കൊണ്ടുപോകും. അങ്ങനെ ഇത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് 2000 സെഞ്ച്വറി ഹോസ്പിറ്റലിൽ അന്ന് തുടങ്ങിയുള്ളൂ. ആ തുടങ്ങിയ സമയത്ത് എന്നെ അവിടെ അഡ്മിറ്റാക്കുക. എന്നെ അവിടെ അഡ്മിറ്റ് ആക്കിയിരിക്കുക. അങ്ങനെ അവർ എന്തെല്ലാം നോക്കിയിട്ട് ഒന്നും കണ്ടുപിടിക്കും. ഹോസ്പിറ്റലിൽ തന്നെ ഞാൻ ആയുർവേദം ഇങ്ങനെ ഓരോ ഹോസ്പിറ്റലിൽ ഇങ്ങനെ മാറി കൊണ്ടുകൊണ്ടിരിക്കുക എന്നെ ഇങ്ങനെ. അപ്പോൾ എന്തെല്ലാം ചെയ്തിട്ട് എനിക്ക് വേദനയ്ക്കൊന്നും കുറവില്ല. ആ വേദനയെന്ന് പറയാൻ പറ്റത്തില്ല, അത്ര വേദന. അപ്പം അവിടെ അഡ്മിറ്റ് ആക്കിയ സമയത്താണ് എൻ്റെ നട്ടെല്ല് കിഴിക്കുന്നത്. കാരണം ഇവർക്ക് എന്ത് കണ്ടുപിടിക്കാനുണ്ടല്ലോ. അപ്പം നട്ടെല്ല് കിഴിച്ച സമയത്താണ് ഞാൻ ഈ നേഴ്സിനോട് പറയുക, ആരും അറിയത്തില്ല, ഞാൻ മാത്രമേ ഉള്ളൂ ഹോസ്പിറ്റലിൽ. അപ്പോൾ എന്നെ എന്തെങ്കിലും വെച്ചിട്ട് തന്നെയാണ് ജീവിതം അവസാനിപ്പിച്ചത്. കാരണം എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അതേപോലെ ഞാൻ എൻ്റെ ജീവിതം ജീവിക്കണം. മരിക്കാനുള്ളത് എന്നെ ആരും അറിയത്തില്ലെന്ന്. അപ്പോൾ എൻ്റെ വിചാരം ആരും അറിയത്തില്ല, ഞാൻ പറയുന്നില്ലല്ലോ. അപ്പോൾ എൻ്റെ വിചാരം എന്നെ എനിക്ക് സഹിക്കാൻ വയ്യ. കാരണം നട്ടെല്ല് കഴിച്ച സമയത്ത് ബ്രദറെ എനിക്കറിയില്ല ഞാൻ എന്തോ വേദനയാണ്. എനിക്ക് കിടക്കാൻ പറ്റില്ല, എനിക്ക് അറിയത്തില്ല. അതുപോലെ ഞാൻ മരണവിപ്രാളം എടുക്കുക ആ ഒരു സമയത്ത്. അതെല്ലാം നോക്കിയിട്ട് ഒന്നും മനസ്സിലല്ല. അപ്പം ഞങ്ങളുടെ കിളിശ്ശേരി ഭാഗത്തെല്ലാം എനിക്ക് ക്യാൻസറായി, ബോൺ ക്യാൻസറാണ്. അതുകൊണ്ട് കടന്നു പോകും. അപ്പോൾ വീട് പണി നടന്നുകൊണ്ടിരിക്കുന്ന സമയമല്ലേ. അപ്പം അവരെല്ലാം പറഞ്ഞു ഇങ്ങനെ പോകണം. അപ്പം ഞാനങ്ങ് ക്ഷീണിച്ചങ്ങ് മരിച്ചു പോകുന്നുള്ളതാണ് നാട്ടിലൊക്കെ എല്ലാവർക്കും. അപ്പം അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നമ്മുടെ എറണാകുളം ലിസി ഹോസ്പിറ്റലിലെ MRI സ്കാൻ അന്നേരം അവിടെ ആയിട്ടുള്ളൂ ആ സമയത്ത്. അങ്ങനെ MRI സ്കാൻ ചെയ്തപ്പോഴാണ് എൻ്റെ നട്ടലിൻ്റെ ഇടയ്ക്ക് ഞരമ്പ് കയറി പ്രസ് ചെയ്ത്. അപ്പോൾ അതങ്ങ് നൂല് പോലെ അങ്ങ് ആയി. അത് ഒട്ടും. അപ്പം എൻ്റെ ശരീരം ഏത് സമയം നമ്മുടെ മരിച്ചോടെ ശരീരം പോലെ തണുത്ത് മരവിച്ചിരിക്കുന്നത്. അങ്ങനെയുള്ളൊരു ഇതായ. അപ്പോൾ എന്നെ ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലോട്ട് കൊണ്ടുവരുന്ന സമയത്ത് കുഞ്ഞുങ്ങളെ വീട്ടിൽ കൊണ്ടുവരും. അപ്പോൾ ഈ മോനൊക്കെ ഇവരൊന്നും കഴിയില്ല, കുഞ്ഞൊന്നും കഴിയില്ല. ഇവനാണ് അടുത്തൊരു കാപ്പിക്കട രാവിലെ ഉണ്ട്, അവിടെ പോയി ഇഡ്ഡലി സാമ്പാർ മേടിച്ചോണ്ട് വന്നിട്ട് അവൻ കഴിക്കും, ഉച്ചയ്ക്ക് അവൻ കൊണ്ടുപോകും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ദോഹയിൽ അച്ഛൻ്റെ ഒരു ഫ്രണ്ട് പറയുന്നത് പോലെ കോട്ടയത്തൊരു മധുസൂദൻ ഡോക്ടറുണ്ട്. അപ്പോൾ ഈ ഡോക്ടർ എൻ്റെ സകല റിപ്പോർട്ടും എന്നെ നോക്കിയിട്ട് എന്നോട് പറയുന്നു, ഇത് പ്രയാസമാണല്ലോ, ഇത് ബുദ്ധിമുട്ടാണല്ലോ, ഇത് ഓപ്പറേഷൻ ചെയ്താലും ശരിയാകത്തില്ല എന്ന് ഡോക്ടർ പറയുന്നു. പ്രതീക്ഷയില്ലെന്നാണ് ഡോക്ടർ പറയുന്നത്. ഇത്രയും വർഷമായി ഞാനങ്ങ് ഒരു ഇതായി അങ്ങോട്ട് അവസ്ഥ. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ശരി ഞാൻ ഒരു ഗുളിക തരാം, ആ ഗുളിക കഴിച്ച് കുറച്ചൊന്ന് ഇതാവട്ടെ എന്ന് പറഞ്ഞു. ആ ഗുളിക അത് കഴിച്ച് കഴിയുമ്പം ബ്രദറെ, ഇപ്പം ഞാൻ ഇന്ന് രാവിലെ ഇപ്പോൾ ഒരു 9 മണിക്ക് എനിക്ക് തരിക, അത് നാളെ കഴിഞ്ഞ് മറ്റന്നാളിലെ അതിൻ്റെ മയക്കം തെളിയത്തുള്ളൂ. പക്ഷേ ഇത് 3 നേരം കഴിക്കണം. ഈ ഗുളിക കഴിക്കുമ്പോഴാണ് എൻ്റെ ശരീരത്തിലെ ഞരമ്പുകൾ വികസിക്കത്തുള്ളൂ, ബ്ലഡ് ഒന്ന് ഓടത്തുള്ളൂ.
പക്ഷെ അത് എപ്പോഴും തരാൻ എനിക്ക് പറ്റത്തില്ല, കാരണം ആരുമില്ല വീട്ടിൽ. അപ്പോൾ ഇവരാണെങ്കിൽ എന്നെ വീട്ടിൽ കൊണ്ടുവരുന്ന സമയത്ത് ഇവിടെ കൊണ്ടുവന്ന് കഴിയുമ്പോൾ ഇവർ സ്കൂളിൽ പോകാൻ നേരത്ത് കഥകളെല്ലാം പൂട്ടിയിട്ട് ജനൽ എൻ്റെ മുറിയുടെ വാതിൽ തുറന്നിട്ടേക്കും ജനൽ. അപ്പം അത് തുറന്നിടുമ്പോൾ ഓരോരുത്തരും വരും, അച്ഛൻ്റെ ഫ്രണ്ട്സൊക്കെ വരുന്നവർ, അവരെല്ലാം വന്ന് വെളിയിൽ ജനലിൽ കൂടെ എന്നെ കണ്ടിട്ട് ചെന്നിട്ട് ഹസ്ബൻഡിനോട് ഇത് പറയും, അയ്യോ ആരും വലിയ കഷ്ടമാണ്, രക്ഷപ്പെടാൻ പാടാ, ഇങ്ങനെ എല്ലാവരോടും പറയുന്നത്. അപ്പോൾ അച്ഛനത് കേൾക്കുമ്പോഴും ഭയങ്കര വലുതാണ്. അപ്പം അച്ഛൻ നല്ലതായിട്ട് മദ്യപിക്കുമായിരുന്നു. ഇതങ്ങ് കൂടുക, എൻ്റെ ഈ ടെൻഷൻ, വീട് ആരും ഇല്ല നോക്കാൻ. അപ്പോൾ ഈ കുഞ്ഞുങ്ങളെ മദ്യപാനമൊക്കെ കൂടി. അപ്പോൾ ഈ ഇവർ സ്കൂളിൽ പോകുമ്പോൾ ഇത് അടച്ചിട്ട് ഫ്രണ്ടിലെ വീട്ടിൽ താക്കോൽ കൊടുത്തിട്ട് പോകും. വൈകിട്ട് കുഞ്ഞുങ്ങൾ വരും, വന്ന് തുറന്നിട്ട് ഇവൻ പറയുന്നതാണ്, ഞാൻ വന്നിട്ട് മമ്മിയെ വന്ന് നോക്കിയിട്ട് ഞാൻ പോയി ചായ ഇടും. ഞങ്ങൾ മമ്മിയെ ഈ സമയം മമ്മി ഉറക്കമാണ്, ഞങ്ങൾ പോകുന്നതൊന്നും മമ്മി അറിയുന്നില്ല. ഇടയ്ക്ക് ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, ട്യൂഷൻ പഠിപ്പിക്കുന്ന ചേച്ചി വല്ലതും ഉണ്ടാക്കി തന്നെ ഞങ്ങൾക്ക് ഫുഡ് തന്നു വിടും, അല്ലെങ്കിൽ ഞങ്ങൾ കടയിൽ പോയി ഫുഡ് മേടിച്ചിട്ട് കൊണ്ടുപോകും. അപ്പോൾ ഞങ്ങൾ വീട് പൂട്ടിയിട്ട് പോകും, ഒരു ജനൽ തുറന്നിടും. കാര്യം ആരെങ്കിലുമൊക്കെ വന്നാലും മമ്മിയെ കാണാൻ വേണ്ടി അതേ ഉള്ളൂ മാർഗം. അപ്പം ഞങ്ങളങ്ങനെ ഒന്നി താഴത്തെ വീട്ടിലൊക്കെ താക്കോൽ കൊടുത്തിട്ട് ഞങ്ങൾ പോകും. ഈ സ്ഥിതിയിലാണ് TV പ്രോഗ്രാം കാണാൻ ഈ സ്ഥിതിയിൽ എങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇവർ രണ്ടുപേരും കുഞ്ഞുങ്ങൾ എൻ്റെ കൂടെ കിടക്കുന്നത്. അപ്പോൾ ഇവർ കിടന്നിട്ട് ഇവർ TV കണ്ടതായിരിക്കും, അതുകൊണ്ടാണല്ലോ റിമോട്ട് എൻ്റെ അപ്പോൾ ഇവർ കണ്ടിട്ട് ഇവരങ്ങ് ഉറങ്ങി. എന്നിട്ട് ഇവർ രാവിലെ എഴുന്നേറ്റ് പഠിക്കാനായിട്ട് ഇവർ എഴുന്നേറ്റ് പോയി. അതൊന്നും എനിക്കറിയത്തില്ല. ഞാൻ എങ്ങനെയോ ഇങ്ങനെ അങ്ങോട്ട് തിരിഞ്ഞതാണ്, എന്തോ വേദന വന്ന് തിരിഞ്ഞതാണ്. ഞാൻ വേദന വരുമ്പോഴേ തിരിയുന്ന, അല്ലെങ്കിൽ ഒരേ കിടപ്പാണ് കിടക്കുന്നത്. തിരിഞ്ഞ സമയത്ത് TV പെട്ടെന്ന് വലിയ സൗണ്ടില്ല റിമോട്ടിലോട്ട് കയറി കിടന്നപ്പം അതിന്റെ പവർ ബട്ടണിലോട്ടാണ് കൈ അമങ്ങിയത്. അപ്പം മമ്മിക്ക് അപ്പം മാറ്റി വെക്കാനൊന്നും പറ്റത്തില്ല റിമോട്ട്. ഞങ്ങളാണല്ലോ റിമോട്ട് മമ്മിയുടെ അടുത്ത് തന്നെ വെച്ചേക്കും, അതൊന്നും മാറ്റി വെക്കാൻ പോലും മേല പറ്റത്തില്ല. കാര്യം മമ്മി കൂടുതലും മമ്മിയുടെ മുറിക്കകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങുന്നില്ല. അബദ്ധവശാൽ കണ്ണു പറഞ്ഞാൽ എന്തേലും ഒരു സമയം പോകാൻ വേണ്ടി TV കൂടുതലും ആ മുറിയിൽ തന്നെ വെച്ചേക്കുക. ശരിക്കും കാണാൻ പറ്റത്തില്ല, കാഴ്ച കുറവായി. കാഴ്ച എനിക്ക് കാണത്തില്ല, കണ്ണൊക്കെ അങ്ങ് നീരൊക്കെ പിടിച്ച് ഇങ്ങനെ ഇരിക്കുവാ, ഇടുമ്പിച്ചിരിക്കും. കാര്യം ഈ ഗുളിക കഴിക്കുന്ന ഏത് സമയം ഉറക്കമാണ്. അപ്പൊ എല്ലാം റിമോട്ടിലേക്ക് കൈ കൊണ്ടു അതിന്റെ പവർ ബട്ടണെ കൊണ്ട് പെട്ടെന്ന് സൂര്യ TV ഓണാവുക. അത് കണ്ടപ്പം ഇത് കാണുമ്പോൾ അപ്പം ബ്രദറൊക്കെ നിൽപ്പുണ്ട്, തങ്ക് ബ്രദറാണ് പറയുന്നു, തളർന്നു കിടന്ന ഞാൻ സൗഖ്യമായി, യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമായി, കുഞ്ഞുങ്ങൾ പ്രാർത്ഥിക്കുക എന്ന് പറയും. ഞാൻ ഉടനെ തന്നെ മോനെ എന്ന് ഇവരെ വിളിക്കുക. ഇവരെ വിളിച്ച ഉടനെ ഇവർ ഞാൻ പറഞ്ഞു, മോനെ എന്നെയാണ് അവിടെ ഒന്ന് കൊണ്ടുപോകും. അതേ അവസ്ഥയാണ് എൻ്റെ വീട്, അതേപോലെ ഒരു ഇതായിട്ട് കിടക്കും എന്ന് പറഞ്ഞാൽ നമുക്ക് ഇനിയും ഒന്നും തീരാനില്ല. അത് എല്ലാ പ്രതീക്ഷയും വേറെ 8 ലക്ഷം രൂപ ചിലവായി ആ സമയം. അന്നത്തെ കാലത്ത് 8 ലക്ഷം രൂപ ഈ വീട് പണി നടക്കും. അപ്പോഴത്തെ വീട് പണിയൊക്കെ അങ്ങ് ഇതായി അങ്ങ്. അപ്പം അങ്ങനെ ഇത് കാണുന്ന സമയത്ത് ഞാൻ ഇവരും വന്ന് കഴിയും. അന്നേരം ആ ബ്രദറെ ഈ ഹെവൻലി ഫീസ് എന്ന് പറഞ്ഞ ഒരു നമ്മൾ കാണും. അപ്പൊ അന്ന് ആദ്യമായിട്ടാണ് നമ്മുടെ ഈ കവിഞ്ഞൊഴുന്ന അനുഗ്രഹത്തിലേക്ക് പ്രോഗ്രാം ഉണ്ടെന്ന് അറിയത്തില്ലല്ലോ, ഇത് കാണും. അപ്പം ഞാൻ പറയുക ജനുവരി 26-ന് കോട്ടയത്ത് യൂത്തിൻ്റെ മീറ്റിംഗ്. അപ്പം നമുക്കറിയത്തില്ല യൂത്തിൻ്റെ മീറ്റിംഗ് എന്തോന്നും നമുക്കറിയത്തില്ല. പ്രിയസാംപ്രേയറിന് വേണ്ടി അതിന്റെ ഇതെല്ലാം അതിന്റെ പരസ്യങ്ങളെല്ലാം എഴുതി കാണിക്കുന്നുണ്ട്, നമ്പറെല്ലാം എഴുതി കാണിക്കുന്നുണ്ട്. അപ്പോൾ മമ്മി പറഞ്ഞടാ ഇതൊന്ന് വിളിച്ചിട്ട് നമുക്ക് എങ്ങനെയും ഒന്ന് അങ്ങോട്ട് പോവാം. കാര്യം ആ വീഡിയോക്കകത്ത് കാണുന്ന എന്നൊക്കെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വീൽ ചെയറും കൊണ്ടൊക്കെ ആൾക്കാർ നടക്കും, സൗഖ്യമായി. ഞാൻ സൗഖ്യമായി. അപ്പം ബ്രദറും പറയുന്നുണ്ട്. അപ്പം ഞാൻ സൗഖ്യമാവുന്ന ഇങ്ങനെ നോക്കി ഇരിക്കുക. എനിക്കപ്പോൾ അങ്ങ് ആകാംക്ഷ, എങ്ങനെയെങ്കിലും അവിടെ അങ്ങ് എത്തിയാൽ മതി. അവിടെ വന്നപ്പം എനിക്കതിന് പ്രതീക്ഷിതനെ ഇപ്പം അന്നേരം ഓർമ്മ കണ്ടത്. ചെറുപ്പക്കാരൊന്നും ആരാധിക്കുന്ന കണ്ടപ്പോൾ എൻ്റെ ബ്രദറെ എനിക്കങ്ങ് എന്തോ സന്തോഷം, എനിക്ക് അറിയത്തില്ല. ഇതെല്ലാം കാണുന്നപ്പോൾ എനിക്ക് വയ്യ. എന്നെ തിരിച്ചങ്ങ് കൊണ്ടുപോയി. കൊണ്ടുപോയി കഴിഞ്ഞിട്ടാണ് നമ്മുടെ തിരുവല്ലയിൽ നിന്ന് നമ്മുടെ കൃഷ്ണകുമാർ ബ്രദറും സാബ് ബ്രദറുണ്ട്, സാബ് ബ്രദറെ എല്ലാം കൂടെ വരുന്നത്, ജോസ് ബ്രദറെ നമ്മുടെ വീട്ടിൽ വരിക. അപ്പോൾ ഈ കാർഡ് പൂരിപ്പിച്ച് കൊടുത്ത പ്രകാരം വന്നിരിക്കുന്നത്. അങ്ങനെ വന്നപ്പോൾ ഞാൻ കിടക്കുക, അന്നേരം കിടക്കുക. അപ്പം ബ്രദറൊക്കെ പറഞ്ഞില്ല, സഹോദരി കർത്താവ് സൗഖ്യമാക്കും എന്നെല്ലാം പറഞ്ഞിട്ട് ഇവരങ്ങ് പോയി. ഇതെല്ലാം കഴിഞ്ഞു. ഫെബ്രുവരി 16-ാം തീയതി ഈ കുഞ്ഞൊക്കെ സ്കൂളിൽ പോയിരിക്കുക. ഈ കുഞ്ഞ് സ്കൂളിൽ പോയി ഇവരെല്ലാം വൈകിട്ട് വന്ന സമയത്ത് ബെല്ലടിക്കുന്നു. അപ്പോൾ മോൻ പോയി എടുക്കുമ്പോഴാണ് നമ്മുടെ കൃഷ്ണകുമാർ ബ്രദറാണ്
മോനെ പ്രേസിലോട് ഞാൻ തിരുവല്ലയിൽ നിന്ന് വിളിക്കുക, മമ്മി എന്ത് ചെയ്യുന്നു? അയ്യോ ബ്രദറെ മമ്മിക്ക് വയ്യാതിരിക്കുക. മോനെ എങ്ങനെയെങ്കിലും മമ്മിയുടെ ഫോണൊന്ന് കൊടുക്കുക. ഇപ്പം പറയും ബ്രദറെ എനിക്ക് പാടാം. അപ്പം ഈ കുഞ്ഞിനറിയാം എന്നെ പിടിച്ചുകൊണ്ട് പോകുന്ന കാര്യം. ഇല്ല മോനെ എങ്ങനെയെങ്കിലും ഒന്ന് വന്നു. അപ്പോൾ ഈ പിന്നെ എന്നെ ഒരു കണക്കിന് അവിടെ നിന്ന് ഇങ്ങനെ കഷ്ടത്തിൽ ഇങ്ങനെ ഇട്ടിട്ട് പിന്നെ എന്നെ ഇങ്ങനെ വലിച്ചുകൊണ്ട് ഞാനിങ്ങനെ വലിച്ചുകൊണ്ട് എൻ്റെ കാല് വലിഞ്ഞു പോകും. വലിച്ചു കൊണ്ടിട്ട് എന്നെ സെറ്റിയെ കൊണ്ടുവന്ന് കിടത്തിട്ടുണ്ട്. എടുത്തിട്ട് എനിക്ക് ഫോൺ എടുത്തു തന്നിട്ട് ബ്രദറെ സിസ്റ്ററെ പ്രൈസിലോട് ഞാൻ പ്രൈസിലോട് പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന യേശു നമ്മുടെ ഉള്ളതുകൊണ്ട് നമ്മുടെ കൂടെയുണ്ട്. ആ യേശു സഹോദരിയെ സൗഖ്യമാക്കും. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സിസ്റ്റർ സൗഖ്യമാകുമെന്ന് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് ബ്രദർ പറഞ്ഞു ഞാൻ പ്രാർത്ഥിക്കാറ്. ഇവിടെ കൃഷ്ണകുമാർ ബ്രദർ പ്രാർത്ഥിക്കുക. ഈ പ്രാർത്ഥിക്കുന്ന സമയത്ത് എൻ്റെ ബ്രദറെ എൻ്റെ തല മുതൽ കാലിൻ്റെ വെള്ളം വരെയൊക്കെ കുത്തുക. ഞാനെന്ന് ചുരുക്കി പറഞ്ഞാൽ ആദ്യം കോട്ടയത്ത് ഒരു മീറ്റിങ്ങിന് വന്നു. അതിനുശേഷമാണ് അവിടുന്ന് ഇങ്ങനെ സഹോദരന്മാർ വിളിക്കുന്നത്. അവിടെ വന്ന ഈ കാർഡിലെ നമ്പർ വെച്ച് വിളിച്ചതാണ്. വിളിച്ചു. അന്ന് പ്രാർത്ഥിച്ചപ്പം ബ്രദർ പ്രാർത്ഥിച്ചപ്പോൾ ശരീരത്തിലൂടെ ഒരു അനുഭവം ഉണ്ടായി. അത് കഴിഞ്ഞിട്ട് ജോസി ബ്രദർ പ്രാർത്ഥിച്ചു. ജോസി ബ്രദർ ഇതെല്ലാം കേട്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പം ഫോണിലൂടെ പ്രാർത്ഥിക്കുന്നത് 6 മണിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ പ്രാർത്ഥിച്ച സമയത്ത് എൻ്റെ ഇതുപോലെ തന്നെ തലേന്ന് കാലേ കൂടെ ഇറങ്ങി നമ്മൾ ഈ ഫ്രീസർ തുറക്കുമ്പോൾ ഒരു തണുപ്പടിക്കുമല്ലോ, അതുപോലൊരു തണുത്ത കാറ്റിറങ്ങിപ്പോവാം. ഇത് പോയത് അല്ല ബ്രദറെ. അപ്പോൾ ഈ കുഞ്ഞെൻ്റെ കൂടെ നിൽക്കുക, ഞാൻ കിടക്കുക സിറ്റിൽ. അല്ല എൻ്റെ ഉള്ളിൽ സംസാരിക്കും, നീ എഴുന്നേക്ക്. അത് നല്ല സ്പഷ്ടമായി പുള്ളി എന്നോട് പറയുക, എന്നോട് സംസാരിക്കുക, നീ എഴുന്നേക്ക്. അയ്യോ ഞാനപ്പോൾ നോക്കുമ്പോൾ കുഞ്ഞൊന്നും അനങ്ങുന്നില്ല. ഞാൻ നോക്കി എന്നോട് ആരെയും വയ്യാതെ കിടക്കുന്നത് ഞാൻ എങ്ങനെ എഴുന്നേക്കുന്നത്? അന്ന് കർത്താവിൻ്റെ ശബ്ദം കേട്ടതാ. എന്നോട് സംസാരിക്കുക, നീ എഴുന്നേക്ക്, ഇങ്ങനെ പറയുക, നീ എഴുന്നേക്ക്. അപ്പം ഞാൻ എഴുന്നേക്കാതെ ഇങ്ങനെ കുഞ്ഞു മമ്മി എഴുന്നേക്കൽ വീഴും. അപ്പം ഞാൻ പറഞ്ഞു ഇല്ല മോനെ എന്നെ കിടത്തുന്നില്ല, എന്നെ എഴുന്നേക്ക്. അവിടുന്ന് എൻ്റെ ബ്രദറെ ഞാൻ സെറ്റ് ചെയ്ത് എഴുന്നേക്കുന്നത് ഞാൻ കാല് പൊക്കുക. വർഷങ്ങൾക്ക് ശേഷം കാല് പൊക്കുക. അപ്പം ഞാൻ കാല് പൊക്കി ഇങ്ങനൊന്ന് വെച്ചു. പക്ഷെ എൻ്റെ ശരീരം ഭയങ്കര വേദനയായി. ആ വേദന വന്ന് എൻ്റെ ബ്രദറെ എനിക്ക് സഹിക്കാൻ വയ്യ. എന്നിട്ട് എനിക്ക് നടക്കണം. ഞാൻ ഓരോ സ്റ്റെപ്പ് വെക്കുക. അവിടെ വെച്ച് തന്നെ നടക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞ് ഫോണിൽ പ്രാർത്ഥിച്ചപ്പോൾ തന്നെ കാലെടുത്ത് വെക്കാൻ തുടങ്ങി. തന്നെത്താനെ യേശുവിൽ സംസാരിക്കുക. ഞാൻ വിശ്വസിക്കുന്നത് ഇപ്പോൾ ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന ആരോ ഒക്കെയോ ആ അവസ്ഥയിലുള്ളവർ കാണും. സഹോദരി ഇന്നിവിടെ വന്നത് പറയാൻ കാരണം നേരത്തെ ഈ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ടെങ്കിലും ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോഴാണ് മനസ്സിലാകുന്നത്. അപ്പോൾ ആദ്യം ഇവർ TV പ്രോഗ്രാം കണ്ടു, ആ റിമോട്ട് കൺട്രോളിൽ കയറി കടന്നു. ഇങ്ങനെ കോട്ടയത്ത് ഒരു മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞ് ഓടി വന്നു. അടുത്ത ദിവസം ആ കാർഡ് വെച്ച് സഹോദരന്മാർ വിളിച്ചു. വാസ്തവത്തിൽ ഇത് കേൾക്കുമ്പോൾ രോഗികളായിട്ട് കിടക്കുന്നവർക്കും ചിലത് നമ്മൾ മനസ്സിലാക്കാനുണ്ട്. 2 ശുശ്രൂഷിക്കുന്നവരും മനസ്സിലാക്കണം. ഒരു വ്യക്തിക്ക് 1 മിനിറ്റ് കൊണ്ടാകണമെന്നില്ല, ഒരൊറ്റ ശുശ്രൂഷയിലാകണമെന്നില്ല വിടുതൽ വരുന്നത്. അവർ വിട്ടുകൊടുക്കാതെ വീണ്ടും ആ രോഗികൾ സൗഖ്യത്തിനായിട്ട് മുമ്പോട്ട് പോകണം. ആ രക്തസ്രവക്കാരി സ്ത്രീയെ പോലെ ഞാൻ യേശുവിൻ്റെ അടുക്കൽ പോകും, അവൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലെങ്കിലും ഒന്ന് തൊടും, എനിക്ക് സൗഖ്യം വരും. അപ്പോൾ ഒരൊറ്റ മീറ്റിങ്ങിൽ ഒരൊറ്റ TV പ്രോഗ്രാമിൽ പൂർണ്ണ സൗഖ്യം കണ്ടില്ല എന്ന് വെച്ച് ആരും വിട്ടുകൊടുക്കരുത്. അത് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇവിടെ ആ ശുശ്രൂഷകർ ചെയ്ത് നോക്കുക. അന്ന് വന്നു സൗഖ്യമായില്ല, ഇനിയിപ്പോൾ അന്ന് ജോസി ബ്രദറും കൃഷ്ണകുമാർ ബ്രദറും ഒക്കെ കരുതിയിരുന്നെങ്കിൽ ഈ സൗകര്യം ഇന്ന് സൗഖ്യത്തോടെ ഇരിക്കത്തില്ലായിരുന്നു. അന്ന് ഇവർ പ്രാർത്ഥനാ അപേക്ഷയ്ക്കായിട്ട് എഴുതി കൊടുത്ത കാർഡിലെ നമ്പർ വെച്ച് രണ്ടാമത് ഇവരെ വിളിച്ചു പ്രാർത്ഥിക്കുമ്പോഴാണ് ഈ അനുഭവം ഉണ്ടായി. ഫ്രീസർ എന്നുള്ള കാറ്റടിക്കുന്ന പോലെ അനുഭവം ഉണ്ടായി. യേശു കർത്താവിന്റെ ശബ്ദം കേട്ടു, ചാടി എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങി. അലനത് കണ്ടോണ്ടിരിക്കുക. അന്ന് ബ്രദർ ആ വിശ്വാസത്തോടെ അതിനുവേണ്ടി നിന്നു. എന്നെ കേട്ടോണ്ടിരിക്കുന്ന എല്ലാ ശുശ്രൂഷകരും ഞാനടക്കം ഇത് കേട്ടോണ്ടിരിക്കുമ്പോൾ എനിക്ക് ഒരു തവണ കൂടെ ഉത്സാഹം വരിക. ഒരാൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചു, ഒരു മാറ്റം കണ്ടില്ലെങ്കിൽ വിട്ടുകളയരുത്. യേശുവിൻ്റെ വിടുതൽ എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. ഞാൻ കർത്താവിനെ സ്തുതിക്കുക. ഇന്ന് ഈ TV പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ വാസ്തവത്തിൽ നമ്മുടെ മിഷൻ മന്ദിനോട് ചേർന്ന ഇവർ ഈ TV പ്രോഗ്രാമിന് വേണ്ടി ഓരോരുത്തർ പ്രാർത്ഥിക്കുമ്പോൾ സപ്പോർട്ട് ചെയ്യുമ്പോൾ എന്തുവാ നടക്കുന്നത് എന്നൊന്നും അറിയാൻ വേണ്ടി ഇത് വെച്ച. പക്ഷേ ഇപ്പോഴാണ് മനസ്സിലായത് ഒരു ശുശ്രൂഷകരായ നമ്മൾ എന്തുമാത്രം അതിന് വേണ്ടി നിൽക്കണം. മാത്രമല്ല രോഗത്താലോ പ്രയാസത്താലോ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നവർ, ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർ ഒരു പ്രാർത്ഥനയ്ക്ക് ഒരു മാറ്റവും കണ്ടില്ലെന്ന് പറഞ്ഞ് വിട്ടുകൊടുക്കരുത്. നിങ്ങൾ വീണ്ടും ഉത്സാഹിക്കുക.
ശുശ്രൂഷകരും വിട്ടുകൊടുക്കരുത്, ഉത്സാഹിപ്പിക്കുക. അത്ഭുതം, കർത്താവിൻ്റെ വിടുതൽ നമ്മുടെ കൺമുന്നിൽ നമുക്ക് കാണാൻ പറ്റും. അന്ന് വീട്ടിൽ വെച്ച് മമ്മിയുടെ സൗഖ്യം തുടങ്ങി. അന്ന് ശരിക്കും ഞങ്ങളും ശരിക്കും ഒന്ന് എന്നാ ഇത്ര നാൾ നമ്മൾ കാണാത്തൊരു മമ്മിയുടെ മുഖത്തൊരു സന്തോഷവും. പക്ഷെ മമ്മിക്ക് നല്ല വേദനയുണ്ട്. എന്നാലും മമ്മിയുടെ ഒരു കാലെടുത്ത് വെച്ചപ്പോഴത്തേന് അത് ഭയങ്കര ഒരു കാലെടുത്ത് വെച്ചു. പിന്നീട് അങ്ങനെ അത് പൂർണ്ണതയിലേക്ക് വന്നു. പൂർണ്ണതയിലായി. പിറ്റേ ദിവസം ശനിയാഴ്ച ആരാധനയുടെ സമയമായി. പിറ്റേന്ന് മമ്മിയെ കൊണ്ട് ഞങ്ങൾ ആരാധന സ്ഥലത്ത് പോയി. തിരുവല്ല ആരാധനയ്ക്ക് പോയി. മമ്മിയെ കൊണ്ട് കിടത്തി മീൻസ് കസേര ഒരെണ്ണം ഇരുത്തി ഒരു കസേര എടുത്ത് പൊക്കി വെച്ചു. കാര്യം കാല് ഇങ്ങനെ ചാരി കിടത്തേക്ക്. അന്ന് ആരാധന തുടങ്ങി. അപ്പം ഒരു കാര്യം പറഞ്ഞു വെച്ചാൽ കൃഷ്ണപ്രകാരം ഞങ്ങളോട് പറഞ്ഞായിരുന്നു ഒരു കാര്യം, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സഹോദരി നാളെ ഇവിടെ കടന്നു വരും. അപ്പൊ മമ്മി പറഞ്ഞു വന്നാ വരാം ബ്രദറെ. മമ്മിക്ക് അത്ര വിശ്വാസം വന്നിട്ട് പോരായിരുന്നു. അപ്പോൾ മമ്മി പറഞ്ഞു വന്നാ വരാം ബ്രദർ എന്ന് പറഞ്ഞു. എന്നാൽ ബ്രദർ പറഞ്ഞത് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സഹോദരി കടന്നു വരും. അപ്പം ബ്രദർ അവിടെ വന്നിട്ട് പറഞ്ഞു, സഹോദരി ഞാൻ പറഞ്ഞതല്ലേ, യേശു ക്രിസ്തു സഹോദരിയെ കൊണ്ടുവന്നു, അങ്ങനെയാണ് കർത്താവ് സൗഖ്യമാക്കും. അങ്ങനെ മമ്മിയെ കൊണ്ട് അവിടെ ഇരുത്തി ആരാധന തുടങ്ങി. മമ്മിയുടെ അടുത്തൊന്നും ആരും പ്രാർത്ഥിച്ചില്ല, ആരും തലയൊക്കെ വെച്ച് പ്രാർത്ഥിച്ചില്ല. മമ്മി ആരാധനയുടെ മധ്യത്തിൽ മമ്മി പോലും അറിയാതെ മമ്മി ചാടി എഴുന്നേറ്റു. എന്തോ ആരാധന മധ്യത്തിൽ സംഭവിച്ചു. ആരാധന മധ്യത്തിൽ എനിക്കറിയത്തില്ല, ഞാൻ എപ്പോൾ എഴുന്നേറ്റൊന്നും എനിക്കറിയത്തില്ല. ഈ കിടന്ന സമയം ഞാൻ എങ്ങനെ എഴുന്നേറ്റെന്ന് എനിക്കറിയില്ല. ഞാൻ ഇരുന്ന സ്ഥാനത്തല്ല, ഞാൻ വേറെ ദൂരെ പോയി നിന്ന് ചാടി എഴുന്നേറ്റ് ഞാൻ പോയി. എനിക്ക് തന്നെ അറിയില്ല ഞാൻ എങ്ങനെ സംഭവിച്ചെന്ന്. എഴുന്നേറ്റ് അവിടെ പോയി ഞാൻ ഇരുന്ന സ്ഥാനമൊന്നും എനിക്ക് അറിയത്തില്ല ഇവിടെ ഇരുന്നതെന്ന്. ഞാൻ വേറെ ദൂരെ സ്ഥലം മാറി അങ്ങ് പോയി, കുറേ അങ്ങോട്ട് മാറി സ്റ്റേജിൻ്റെ സ്ഥലം. അവിടെ നിന്ന് എല്ലാം ആരാധന കഴിഞ്ഞപ്പോൾ ജോസിബ്ര പറയുന്നു, നിങ്ങളെ കർത്താവ് സൗഖ്യമാക്കിയിട്ടുണ്ട്, നിങ്ങൾ നോക്കാം ശരീരം. അപ്പം ഞാനിങ്ങനെ ശരീരം എല്ലാം ഇങ്ങനെ കുനിഞ്ഞെല്ലാം നോക്കും. എൻ്റെ ശരീരത്തിൽ ഒരു തരി വേദന ഇല്ല ഒട്ടും. ഫെബ്രുവരി 17-ാം തീയതി നിമിഷം തൊട്ട് പിന്നെ സത്യം പറഞ്ഞാൽ ശരിക്കും മമ്മിയുടെ മുഖത്തെ ആ സന്തോഷം നമുക്കറിയാം, സൗഖ്യമായെന്നുള്ളത് അറിയാം. തിരിച്ച് അവിടുന്ന് വീട്ടിലോട്ട് പോരുമ്പോ ഒരു കുഴപ്പമില്ല, ഒരു വേദന നോർമലായിട്ട് നടന്നു. ഈ ബൈബിളിൽ പറയുന്ന മുടന്തൻ ചാടി നടന്നു പറഞ്ഞ അതേ അപ്പോസ്തല പ്രവർത്തികൾ അതുപോലെ തന്നെ ഇതാ റിപ്പീറ്റ് ചെയ്യപ്പെടുകയാണ്. ബൈബിൾ കാലങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുപോലെ തന്നെ സൗഖ്യങ്ങൾ ഇന്നും ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ മീറ്റിങ്ങുകളും ഇതുപോലെ തന്നെ ഇൻസ്റ്റന്റ് ആയിട്ടുള്ള വിടുതലുകൾ കാണാനിടയായി. നമ്മൾ അങ്ങനെയുള്ള സൗഖ്യങ്ങൾ വീണ്ടും അടുത്ത എപ്പിസോഡുകൾ നമ്മൾ കേൾക്കും. എന്നാൽ ഈ ഒരു സൗഖ്യം തുടങ്ങാനുള്ള കാരണം മറക്കരുത്, ഒരു TV പ്രോഗ്രാം. ഇന്ന് 2007 മുതൽ 2017 വരെ 10 വർഷമായി പൂർണ്ണ ആരോഗ്യത്തോടെ നിൽക്കുന്നു. ഭർത്താവിൻ്റെ മദ്യപാനം മാറി, മക്കൾ 2 പേരും കർത്താവിലായി, എല്ലാവരും ദൈവ വേല ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരോടും നിങ്ങൾ യേശുക്രിസ്തുവിൻ്റെ ഈ സദ്വർത്തമാനം മറ്റുള്ളവരോട് പറയണം. ഒരു രോഗി നിങ്ങളുടെ അടുത്തുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മുടെ ഒരു TV പ്രോഗ്രാം കാണാൻ അവരോട് പറയണം. ഈ TV പ്രോഗ്രാമിൽ ഞങ്ങളൊരു മതത്തെക്കുറിച്ച് പറയില്ല, ഏതെങ്കിലും ഒരു വിഭാഗത്തെ താഴ്ത്തിക്കെട്ടത്തില്ല. ഒറ്റ കാര്യമേ പറയത്തുള്ളൂ, യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു. ഒരൊറ്റ TV പ്രോഗ്രാം കണ്ടില്ലായിരുന്നെങ്കിൽ ഇന്ന് ഈ കുടുംബം പാടെ തകർന്നു പോയേനെ, നശിച്ചു പോയേനെ. അതുകൊണ്ട് ഇന്നിത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ സഹോദരങ്ങളോടും എല്ലാ TV പ്രേക്ഷകരോടും, നിങ്ങൾ TV പ്രേക്ഷകരല്ല, നമ്മളെല്ലാം ചേർന്നാണ് ഈ TV പ്രോഗ്രാം നടത്തുന്നത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ സാക്ഷ്യത്തിലൂടെ നമ്മുടെ ഓരോരുത്തരുടെ ഉള്ളത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് എനിക്കറിയാം. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ഭവനത്തിലെ എല്ലാവരും പ്രാർത്ഥിക്കണം, കർത്താവേ ഈ TV പ്രോഗ്രാമിനെ ഈ മിഷൻ മന്തിൽ ഞാനും സപ്പോർട്ട് ചെയ്യാൻ പോവുകയാണ്. 3 നിലയിലാണ് നിങ്ങൾക്ക് ചെയ്യാവുന്നത്. ഒന്ന്, നിങ്ങൾക്ക് ഈ TV പ്രോഗ്രാമിന് വേണ്ടി ഡെയിലി പ്രാർത്ഥിക്കാം, കർത്താവേ വ്യക്തികളെ നീ സ്പർശിക്കണമേ, ശുശ്രൂഷിക്കുന്നവരെ ഉപയോഗിക്കണമേ. 2, മറ്റുള്ളവരെ, ആ തളർന്നു കിടക്കുന്ന, വേദനയിലിരിക്കുന്ന, നാശത്തിലേക്ക് പോകുന്ന, രക്ഷയുടെ അനുഭവം കിട്ടാത്തൊരു വ്യക്തിയെ TV പ്രോഗ്രാം ഒന്ന് പരിചയപ്പെടുത്താം. 3, ഈ TV പ്രോഗ്രാമിനെ സാമ്പത്തികമായി സപ്പോർട്ട് ചെയ്യാം. ഈ നമ്മുടെ TV പ്രോഗ്രാം നടക്കുന്നത് എല്ലാവരും ചേർന്ന് കൊടുക്കുന്നത് കൊണ്ടാണ്. നമ്മളെല്ലാവരും അതിന് വേണ്ടി കൊടുക്കണം. മുൻപേ എന്നോട് ഈ കുടുംബം പറയായിരുന്നു, കർത്താവിനെ വിടുവിച്ചതുകൊണ്ട് അവരും TV പ്രോഗ്രാമിനെ സ്പോൺസർ ചെയ്യുന്നുണ്ട്, മിഷൻ മന്തിൽ അവരും കൊടുക്കാൻ പോവുകയാണെന്ന് ഞങ്ങൾ ഈ പ്രോഗ്രാം തുടങ്ങുന്നതിന് മുമ്പേ പറയായിരുന്നു. നമുക്കെല്ലാം ചേർന്ന് കൊടുക്കാം. പരിശുദ്ധാത്മാവ് പ്രേരിപ്പിക്കുന്ന നിങ്ങളേവരും നിങ്ങൾക്ക് ഈ ഫോൺ നമ്പറുകൾ കിട്ടും. ഈ ഫോൺ നമ്പറുകളിൽ വിളിച്ചാൽ എങ്ങനെ മിഷൻ മന്തിൽ കൊടുക്കാൻ പറ്റും എന്ന് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. കൂടാതെ നിങ്ങൾക്ക് ഓൺലൈനായി പേ ചെയ്യാം. നമ്മുടെ വെബ്സൈറ്റിൽ പോയി പേ ചെയ്യാവുന്നതാണ്.
ഇപ്പോൾ ഞങ്ങൾ ഒന്നിച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഈ പ്രാർത്ഥിക്കുന്ന 2 കാര്യങ്ങൾക്ക് വേണ്ടിയായിരിക്കും. ഒന്ന്, നമ്മുടെ മിഷൻ മന്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ ഈ TV പ്രോഗ്രാം എല്ലാവരും ചേർന്ന് കൊടുത്ത് അടുത്ത വർഷങ്ങളിൽ ഇനിയും പല ഭാഷകളിൽ, പല ചാനലുകളിൽ, അല്ല സാറ്റലൈറ്റിലേക്ക് ഇത് ഒരു 24 hours കൊടുക്കുന്ന ഒരു പ്രോഗ്രാമായി തീരുവാൻ എല്ലാവരും പ്രാർത്ഥിക്കണം, കൊടുക്കണം. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവേ, ഞങ്ങൾ ഒന്നിച്ചേർന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ, അങ്ങ് സൗഖ്യമാക്കിയ സിസ്റ്റർ ഗ്രേസി ഞങ്ങളുടെ മധ്യത്തുള്ളപ്പോൾ ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ, ലോകമെങ്ങും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന അനേകർ, ഈ മകൾ തളർന്നിരുന്ന പോലെ തളർന്നു കിടക്കുന്നവരുണ്ട്, ക്യാൻസർ ബാധിച്ച് രോഗക്കിടക്കയിൽ കിടക്കുന്നവരുണ്ട്, മറ്റ് പല രോഗത്താൽ വേദനപ്പെട്ട അസഹനീയമായ വേദനയാൽ കഷ്ടപ്പെടുന്നവരുണ്ട്. ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ നിമിഷം രോഗസൗഖ്യമുണ്ടാകട്ടെ. ഏത് രോഗമായാലും, ആന്തരിക അവയവങ്ങൾക്കായാലും ബാഹ്യ അവയവങ്ങൾക്കായാലും, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യം സംഭവിക്കട്ടെ. തളർച്ചകൾ മാറട്ടെ, നരമ്പുകൾ അതാതിൻ്റെ സ്ഥാനത്തേക്ക് പോകട്ടെ, മസിലുകൾക്ക് ജീവൻ വെക്കട്ടെ, മരിച്ച അവയവങ്ങൾ ജീവൻ പ്രാപിക്കട്ടെ, എല്ലാ രോഗശക്തികളും വിട്ടുമാറട്ടെ, അസ്വസ്ഥതകൾ മാറട്ടെ. ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ സിസ്റ്ററെ പോലെ തന്നെ തളർന്നു കിടക്കുന്ന വ്യക്തികൾ കേൾക്കുന്നുണ്ട്. നിങ്ങൾ വിശ്വാസത്താൽ ഇപ്പോൾ തന്നെ ഏറ്റെടുക്കണം. ആ കാലുകളൊന്ന് നീട്ടണം, കൈകളൊന്ന് നീട്ടണം, സൗഖ്യമൊന്ന് പിടിച്ചെടുക്കണം. മുഴകൾ അപ്രത്യക്ഷമാകുന്നുണ്ട്. ശബ്ദങ്ങൾ, കർത്താവ് ശബ്ദമില്ലാത്തവർക്ക് ശബ്ദം തരുന്നു. കാഴ്ച, കേൾവി, എന്താണോ വേണ്ടത് യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതം നടക്കുക. യേശു ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു. നിങ്ങളുടെ സമീപം ഇപ്പോൾ തന്നെയുണ്ട്. കർത്താവെ വിടുവിച്ചിരിക്കാൻ സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. കർത്താവ് അത്ഭുത വിടുതലുകൾ, സൗഖ്യങ്ങൾ ഇപ്പോൾ തന്നെ തന്നിട്ടുണ്ട്. നിങ്ങളുടെ ശരീരങ്ങളെ ചെക്ക് ചെയ്യണം, നിങ്ങൾ ഞങ്ങളെ അറിയിക്കണം വിടുതലുകൾ. കൂടാതെ മിഷൻ മന്തിന് വേണ്ടി കൊടുക്കുവാൻ എല്ലാവരെയും പരിശുദ്ധാത്മാവ് പ്രേരിപ്പിക്കുക. നമുക്കും അനേകരുടെ വിടുതലിൻ്റെ കാരണങ്ങളായി മാറാം. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു. നിങ്ങളുടെ ഹൃദയം കർത്താവ് തുറക്കുക. ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളുടെ ഉള്ളിൽ പ്രേരണ തരുന്ന ആ തുകകൾ നിങ്ങളിപ്പോൾ തന്നെ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിൽ വിളിക്കുകയും ഡയറക്റ്റായി നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്യാം. നിങ്ങളുടെ കാര്യങ്ങളെല്ലാം സ്ക്രീനിൽ ലഭിക്കും. മിഷൻ മന്തിൽ പങ്കാളിയാകുക. ഈ സിസ്റ്റർ ഗ്രേസിയെ പോലെ, ഈ അലനെ പോലെ, അതെ, നിരാശയിലും ഭാരത്തിലും കിടക്കുന്ന അനേകർക്ക് ക്രിസ്തുവിനെ നമുക്ക് പകർന്നു കൊടുക്കാം. അടുത്ത എപ്പിസോഡിൽ കാണും വരെയും കർത്താവിൻ്റെ കൃപയിൽ നമ്മെ സൂക്ഷിക്കും. ഐ ബ്ലസ് യു ഇൻ ജീസസ് നെയിം. ആമേൻ.